കർത്താവായ യേശുവേ, കേൾക്കുവാൻ ജനത്തിൻ്റെ ഹൃദയത്തെ തുറന്ന് വചനത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം പ്രവർത്തിക്കണമേ. വചനം കേൾക്കുന്നവർക്കത് വലിയ രക്ഷയും വിടുതലും അനുഗ്രഹവുമായി തീരണമേ എന്നവിടുത്തോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ കൃപ ഇവരുടെ മേൽ ധാരാളമായി പകരണമേ. കർത്താവിൻ്റെ വചനം അല്പസമയം ഒരു കഴിവുമില്ലാത്ത ഞാനിവിടെ പ്രസംഗിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ എന്നവിടുത്തോട് അപേക്ഷിക്കുകയാണ്. ആമേൻ. ഗ്ലോറി, സ്തോത്രം. എൻ്റെ ദൈവത്തിന് മഹത്വം, എൻ്റെ ദൈവത്തിന് മഹത്വം. ബഹുമാന്യരായ ദേശനിവാസികളെ, നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് അല്പസമയം സമാധാനത്തിൻ്റെ സന്ദേശം പ്രസംഗിക്കുകയാണ്. അത് വാസ്തവമായും നമ്മൾ ആരും നിരസിക്കാതെ നമ്മുടെ ഹൃദയങ്ങളിൽ അത് സ്വീകരിക്കേണ്ടതാണ്. കാരണം അത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സമാധാനത്തിനും സന്തോഷത്തിനും അനുഗ്രഹത്തിനും വേണ്ടി ദൈവം തന്നെ കൽപ്പിച്ച് ആക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളാണ് ഞാൻ നിങ്ങളുമായി അല്പസമയം സംസാരിക്കുന്നത്. അതിന് കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. ദൈവശബ്ദം നിങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ. നിങ്ങളത് വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രിയമുള്ളവരും ബഹുമാന്യരുമായ എല്ലാവരോടും പറയുകയാണ്, അപേക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങളോട് അല്പസമയം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് തുണയെ പറ്റിയാണ്. തുണ. ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിക്കുമ്പോൾ അവിടെ തുണയെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: ഭർത്താവിന് ഭാര്യ ഒരു തുണയാണ്, ഇണയല്ല, തുണ. തുണയെന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൽ പരസ്പരം സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള ഒരു കാര്യമാണ് തുണ എന്ന് പറയുന്നത്. ഇവിടെ വേദപുസ്തകം പറയുകയാണ്, 2 തിമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതെ, അവർക്ക് കണക്കിടാതിരിക്കട്ടെ, കർത്താവോ എനിക്ക് തുണ നിന്നു എന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അപ്പോൾ കർത്താവ് തുണ നിന്നില്ലായിരുന്നുവെങ്കിൽ അവിടെ അപ്പോസ്തലനെ ആദ്യ പ്രതിവാദത്തിൽ എല്ലാവരും കൈവിട്ട് കളഞ്ഞു. കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നമുക്കൊരു പ്രതിസന്ധി നേരിടുമ്പോൾ, നമുക്ക് ജീവിതത്തിലൊരു പ്രതികൂലമായ അവസരമുണ്ടാകുമ്പോൾ നാം പലരെയും പ്രതീക്ഷിച്ചിരിക്കും. അവരെനിക്ക് തുണ നിൽക്കും, അല്ലെങ്കിൽ അവരെന്നെ സഹായിക്കും, അവരെൻ്റെ പ്രയാസങ്ങളിൽ എന്നോട് കൂടെ ഇരിക്കും എന്നൊക്കെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ അപ്പോസ്തലന് പ്രതിവാദമുണ്ടായപ്പോൾ എല്ലാവരും മാറിപ്പോയി ഒറ്റയ്ക്ക് ആയതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, കർത്താവോ എനിക്ക് തുണ നിന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ മനുഷ്യൻ നമുക്ക് തുണയായി നിന്നില്ല എങ്കിലും ദൈവം നമുക്ക് തുണയായിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, മറ്റാരുടെയും സഹായം നമുക്ക് ആവശ്യമില്ല. കാരണം ദൈവം നമ്മളെ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നു.
നമ്മുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ദൈവം നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാൻ ആയി ഇറങ്ങി വരും എന്നിവിടെ നമുക്ക് കാണുവാൻ കഴിയും. പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ച് അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു എന്ന് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്. സിംഹമെന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലും രക്ഷപ്പെടുവാൻ കഴിയുകയില്ലാത്ത അതിശക്തമായ മാനുഷികമായ പ്രതികൂല മതിലിനടുത്ത് അകപ്പെട്ടു നിൽക്കുന്നതായ ഒരു മനുഷ്യനെ ഒരു സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നത് പോലെ ദൈവം അപ്പോസ്തലനെ രക്ഷിച്ചു എന്നിവിടെ കാണുവാൻ കഴിയും. അതുപോലെയാണ് മനുഷ്യരുടെ ജീവിതത്തിലും. ഇനി ഞാൻ ഇവിടെ കൊണ്ട് അവസാനിച്ചു പോയിരിക്കുന്നു, മുൻപോട്ടൊരു ജീവിതമില്ല എന്ന് നാം വിശ്വസിക്കുമ്പോൾ, നാം അതിൽ പെട്ടുപോകുമ്പോൾ തീർച്ചയായും ദൈവം നമുക്ക് തുണയായി നിന്നുകൊണ്ട് ആ അതിഭയങ്കരമായ ആ ബന്ധനത്തിൽ നിന്നും, ആ രോഗത്തിൽ നിന്നും, ആ സാമ്പത്തികമായ പ്രതികൂലമായ അവസ്ഥകളിൽ നിന്നും മറ്റാരും നമ്മളെ സഹായിക്കുവാൻ വന്നില്ല എങ്കിലും കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ യേശു കർത്താവ് നമുക്ക് തുണയായി നിൽക്കുമെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം. കേൾപ്പാനും എന്നെ ശക്തീകരിച്ച് അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. 2 ശമൂവേൽ 22-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം പറയുന്നത്, എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. ശത്രു എപ്പോഴും നമ്മെ ആക്രമിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ അനർത്ഥ ദിവസത്തിലാണ്, നാം തളർന്നിരിക്കുമ്പോഴാണ്, നമ്മെ ആരും സഹായിക്കുവാനില്ലാത്ത അവസരത്തിലാണ് ശത്രു നമ്മെ ആക്രമിച്ച് കീഴടക്കുവാൻ വരുന്നത്. ഈ സാഹചര്യത്തിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും യേശു കർത്താവ് നമ്മെ വിടുവിക്കുവാൻ ഇറങ്ങി വരുകയും നമ്മെ ആ ഏറ്റവും വലിയ അനർത്ഥത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുമെന്നിവിടെ 2 ശമൂവേൽ 22-ാം അധ്യായം 19-ാം വാക്യം പറയുന്ന, എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. ദൈവം നമുക്ക് തുണയാണെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ, നമ്മുടെ കുടുംബജീവിതമാകട്ടെ, നമ്മുടെ ജീവിതത്തിലെ മറ്റേതെങ്കിലും അതിഭയങ്കരമായ പ്രതികൂലങ്ങളാകട്ടെ, ശത്രു നമ്മെ എത്ര ആക്രമിച്ചെന്നാലും ശത്രുവിന് പ്രിയമുള്ളവരെ നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ ഹൃദയത്തിൽ ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനും അനർത്ഥ ദിവസത്തെ നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുവാനും ദൈവത്തിന് കഴിയും. ആ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സങ്കീർത്തനം 37-25 പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. കാരണം നീതിമാൻ്റെ സന്തതി ഒരിക്കലും അവർ ദാരിദ്ര്യം അനുഭവിക്കുകയില്ല. അവരുടെ ആഹാരത്തിന് വേണ്ടി അവർ മറ്റൊരുത്തൻ്റെ മുൻപിൽ കൈ നീട്ടേണ്ടതായി വരികയില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ലാത്തതിനാലാണ് ഇവിടെ ദൈവം പറയുകയാണ്, നീതിമാൻ അവൻ്റെ പ്രകാരം ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ലെന്ന്. നീതിമാനായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ദൈവം ഹൃദയത്തിൽ ഇല്ലാത്ത ഒരു മനുഷ്യനും നീതിമാനാകുവാൻ കഴിയുകയില്ല. കാരണം സാധാരണക്കാരായ നമ്മളൊക്കെയും ഇവിടെ ജീവിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് തുണയായി നിൽക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്
സ്വർഗത്തിലേക്ക് കരേറിപ്പോകുമ്പോൾ ഞാൻ വീണ്ടും വരുമെന്ന് നമ്മളോട് വാഗ്ദത്തം ചെയ്ത യേശു കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ സന്തതി അപ്പം ഇരക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല എന്ന് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം പറയുന്നത്, ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതിന് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥന ഇതാണ് പ്രിയമുള്ളവരെ. നമുക്ക് നല്ല വസ്ത്രം, നല്ല ആഹാരം, നല്ല വാഹനം, നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും സന്തോഷം അനുഭവിക്കുവാനുള്ളതായ കാര്യങ്ങൾ മാത്രമാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും. എന്നാൽ അപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയല്ല പ്രിയമുള്ളവരെ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ ദൈവം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് യാതൊരു തെറ്റും ചെയ്യാതെ കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടത് എന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഏറ്റവും വലിയത് ചെയ്തത് യേശു ക്രിസ്തുവാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാകുകയും ആ ദൈവത്തെ നാം ഉയർത്തുകയും ആ ദൈവമാണ് എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി മരിച്ചതെന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണെങ്കിൽ ഇപ്രകാരം നാം പ്രാർത്ഥിക്കണം: യേശുവേ, നീ എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യാതൊരു തെറ്റും ചെയ്യാതെ കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടതും മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതും സ്വർഗത്തിലേക്ക് കരേറിപ്പോയതുമെന്ന് ആര് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ പ്രാർത്ഥന ശ്രദ്ധയോടെ കർത്താവ് കേൾക്കുകയും അവർക്ക് തുണയായി എന്നേക്കും നിൽക്കുകയും ചെയ്യും എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയും. അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്നു എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയേക്കാൾ ദൈവം കേൾക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തർമന്ദിരത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്ന ആ പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ ഏറ്റവും നല്ല പ്രാർത്ഥനയും ദൈവം കൈക്കൊള്ളുന്നതും ദൈവം അതിന് മറുപടി തരുന്നതും എന്ന് ഈ വാക്യത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നത് പ്രകാരമാണ്: കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. യേശുക്രിസ്തു നമുക്ക് തുണയായി നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, നാം ആരെയാണ് ഭയപ്പെടേണ്ടത്? ആരെയും ഭയപ്പെടേണ്ട. അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥൻ, സകല ശബ്ദം സൃഷ്ടിച്ച ആ ദൈവം നമുക്ക് തുണയായി നിൽക്കുമ്പോൾ നാം ആരെയാണ് ഭയപ്പെടേണ്ടത്? നമ്മുടെ സമാധാനത്തെ തകർക്കുന്നവരെ നാം ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വയ്ക്കുന്നവരെ നാം ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ തലമുറകളെ തെറ്റായ വഴികളിലേക്ക് നയിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന അന്ധകാര ശക്തികളെ നാം ഭയപ്പെടേണ്ടതില്ല. കാരണം കർത്താവ് നമുക്ക് തുണയായി നിൽക്കുകയാണ് എന്നുള്ള ആ വിശ്വാസം പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നാം ആരെയും ഭയപ്പെടേണ്ട. നമ്മുടെ സമാധാനമോ നമ്മുടെ സന്തോഷമോ നമ്മുടെ പരസ്പര സ്നേഹമോ നമ്മുടെ ഐശ്വര്യങ്ങളോ നമ്മുടെ രോഗസൗഖ്യമോ നമ്മുടെ കരഭാരങ്ങളോ ഇതൊന്നും നാം ഓർത്ത് വേദനിക്കേണ്ടതില്ല. നമുക്കൊരുടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥൻ്റെ കൈകളിൽ ഇതൊക്കെയും സമർപ്പിച്ച് നാം സ്വതന്ത്രരായി മാറിയിരുന്ന് ദൈവത്തോട് അപേക്ഷിച്ചാൽ നാം എന്നും ദൈവത്തിൽ നിന്ന് സന്തോഷവും സ്നേഹവും സർവോപരി അനുഗ്രഹവും
പ്രാപിക്കും. കർത്താവോ നമുക്കെന്നും തുണയായി നിൽക്കും. ഈ വാക്കുകളാൽ നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.